അസ്സലാമലൈക്കും എല്ലാവർക്കും റിജൂസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പപ്പായ വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പപ്പായ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളെ വീട്ടിലെ മരത്തുമ്മ ഉണ്ടായ പപ്പായയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇന്ന് നോക്കിയപ്പോൾ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ പോയി പൊട്ടിച്ചെടുത്തതാണ്. പിന്നെ അവിടെ വെച്ചാൽ നമുക്കത് കിട്ടൂല. കാക്കയോ കിളികളൊക്കെ കൊത്തിപ്പോവും. പിന്നെ നമ്മളത് കഴിക്കൂല. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു കഷ്ണം മതി ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാൻ. ബാക്കി നമുക്ക് കഴിക്കാനായിട്ട് തോലൊക്കെ ചെത്തി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ കർമൂസ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊന്നും ചെത്തിയെടുക്കാൻ കഴിയൂല. നമുക്കിതുപോലെ കീറി കൊടുക്കാം. നമുക്ക് കുരുവൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ചെറിയ പീസുകളാക്കാം. ഒരു ചെറിയ കഷ്ണം മതി ഫേസ് പാക്ക് തയ്യാറാക്കാൻ. ബാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെ ഇതാ കർമൂസ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിഞ്ഞിവിടെ ഇരിക്കട്ടെ. ഇത് വേണ്ടവരൊക്കെ ഓരോ കഷ്ണം എടുത്ത് തിന്നോളും. ഇനി നമുക്ക് വേണ്ടത് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ടുള്ള കർമൂസയാണ്. അത് ഞാനിവിടെ കുറച്ച് നല്ല പഴുത്ത ഭാഗത്തു നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് ഒന്ന് നോക്കാം. നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതാ കർമൂസ ഇവിടെ നല്ലോണം പോത്തത് ഒരു കഷ്ണം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 4 സ്പൂൺ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറ് നല്ലോണം കഴുകിയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇത് മിക്സിയിലെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം. അപ്പം മിക്സിയുടെ ജാറ് നമ്മൾ കഴുകി വെച്ചതാണെങ്കിലും കൂടെ ഒന്നും കൂടെ നല്ലോണം സോപ്പിട്ടിട്ട് കഴുകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം ചുട്ടുപോയച്ചിലോ നീറലോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇനി നമുക്ക് ഈ കർമൂസ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ കർമൂസയും പാലും കൂടെ ഞാനിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളപ്പച്ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ വെള്ളപ്പച്ചട്ടിക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് തേനും കൂടെ ചേർക്കാം. അതിന് ശേഷം നമുക്കിത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം കൂടെ ഞാനിവിടെ നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിത് കുറുക്കിയെടുക്കാൻ. ഇനി നമുക്ക് കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇത് അടിയിൽ പിടിച്ച് പോയാൽ പിന്നെ നമുക്കിതൊന്നിനും പറ്റൂല. ഇനി നമുക്ക് ഇതിൽ ചേർത്തിട്ടുള്ള പാല് അതുപോലെ കർമൂസക്കായിലുള്ള വെള്ളം ഇതൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ തന്നെ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലൊരു ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഈ ചട്ടിൻ്റെ ചൂടുകൊണ്ട് ബാക്കി വെള്ളം കൂടെ വറ്റി നല്ല രൂപത്തിലായി കിട്ടും. ഇതുപോലെ കർമൂസ പാലില്ലാണ്ടെങ്കിൽ പാൽപ്പൊടി ചേർക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ മുഖത്തൊക്കെ തേച്ചാൽ മുഖത്തെ കരുവാളിപ്പ് പോവാനും മുഖം നല്ല കളറ് കിട്ടാനും കുരുകളൊക്കെ പോവാനും എല്ലാത്തിനും പറ്റിയ നല്ല ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഒന്നും കൂടെ ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ചെറിയ ഒരു കുപ്പിയിലേക്ക് മാറ്റാം. അങ്ങനെ തന്നെ നമ്മുടെ പഴുത്ത കർമൂസ കൊണ്ടുണ്ടാക്കിയ ഫേസ് പാക്ക് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പഴുത്ത കർമൂസ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി മുഖത്ത് തേച്ച് നോക്കൂ. നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം കാണും. നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് പോയി കിട്ടാൻ, കണ്ണിന് താഴെയുള്ളൊരു കറുപ്പ് കളർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ, നമ്മുടെ മുഖം നല്ലോണം കളറ് വെക്കാൻ എല്ലാത്തിനും പറ്റിയ നല്ലൊരു ക്രീമാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ക്രീം രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇവിടെ നല്ലൊരു മട്ടത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കൊട്ടിയാൽ നമ്മളെ കൈക്കൊന്നും പോരൂല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. നമുക്ക് മുഖത്ത് തേക്കുന്നതിന് മുമ്പായിട്ട് പുറത്തിട്ട് വെക്കുക. തണുപ്പാറിയതിൻ്റെ ശേഷം മുഖത്ത് 10-15 മിനിറ്റ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം പച്ചവെള്ളത്തിൽ കഴുകി കളയാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് മുഖത്ത് തേച്ച് നോക്കൂ. നല്ല മാറ്റം കാണും നമുക്ക്. ഇത് തേക്കുമ്പോൾ തുടർച്ചയായി തേക്കണം. ഇപ്പോൾ പഴുത്ത കർമൂസൊക്കെ കിട്ടുമ്പോൾ കുറച്ച് തോന ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ 15 ദിവസമൊക്കെ തേക്കാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് നല്ലോണം മാറ്റം നമ്മുടെ മുഖത്ത് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തേക്കുക. അത് ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. നമുക്കിത് ആവശ്യത്തിന് എടുത്തിട്ട് തേക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.